മലയാളത്തിലെ 2025 ഏറ്റവും പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന രണ്ട് ചിത്രമാണ്. ഒന്ന് ലാലേട്ടൻ നായകനാകുന്ന എമ്പുരാൻ, മറ്റൊന്ന് മമ്മൂട്ടിയുടെ ബഫൂക്ക. പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെയധികം ആകാംക്ഷയോടാണ് ഈ രണ്ട് ചിത്രങ്ങളും കാത്തിരുന്നത്. ആരാധകരെ സംബന്ധിച്ച് ഇവരെ ഇഷ്ടപ്പെടുന്നവരും മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവരെല്ലാം വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ, ഒന്ന് എമ്പുരാൻ, മറ്റൊന്ന് ബഫൂക്ക. ഈ രണ്ട് ചിത്രങ്ങളും 10-14 രണ്ടാഴ്ച ഇടവേളയ്ക്കുള്ളിലാണ് വരുന്നത്. ഒരു ചിത്രം വരുന്നത് മാർച്ച് 27, മറ്റൊരു ചിത്രം ദേ വരുന്നു ഏപ്രിൽ 10. അതിൻ്റെ പോസ്റ്റർ പുറത്തു വിട്ടുകൊണ്ടാണ് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 14 ചിത്രം വരുന്നു എന്നുള്ള പ്രഖ്യാപനമായിരുന്നു ഉണ്ടായത്. അത് എനിക്ക് തോന്നുന്നു അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് മമ്മൂട്ടി ചിത്രങ്ങൾ അത് കളക്ഷനെ ബാധിക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം. അതുമല്ല, അതിൻ്റെ പടത്തിൻ്റെ കുറച്ചും കൂടെ തീരാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം, എനിക്കറിയില്ല. ഏതായാലും ഫെബ്രുവരി 14 എന്ന് പറയുന്ന ആ ഡേറ്റ് മാറ്റിവെച്ച് ഇപ്പം ബഫൂക്ക പുതിയ ഡേറ്റ് എടുത്തിരിക്കുകയാണ്, ഏപ്രിൽ 10. അപ്പോൾ ഏപ്രിൽ 10 എന്ന് കേട്ട് കഴിയുമ്പോൾ ആദ്യമേ പോസ്റ്ററിനെ പറ്റി വരാം. ബഫൂക്ക എന്ന് പറയുന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം ലുക്കെന്ന് പറഞ്ഞാൽ അടിപൊളി ലുക്ക്. ആ കാറിൻ്റെ ആ ക്ലാസ്സിൽ ഒന്ന് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വേറെ ലെവൽ പോസ്റ്ററാണ്. കാരണം ആ നിപ്പും സ്റ്റൈലും ഒക്കെ ഒരു പ്രത്യേക. എനിക്ക് തോന്നുന്നു, എനിക്ക് പഴയ സാമ്രാജ്യം എന്ന് പറയുന്ന ചിത്രത്തിൽ മമ്മൂട്ടി താടിയൊക്കെ വെച്ചുകൊണ്ട് വരുന്ന ആ വരവ് ഒരു 1.5 വരവായിരുന്നു. അതേപോലെ തോന്നിക്കുന്ന ഒരു പോസ്റ്റർ. അത് ലുക്ക് ബ്ലാക്കാണ്. അതുപോലെ ഷെയ്ഡ് മൊത്തം വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് തോന്നിക്കുമോ, ഏതായാലും കളർ പോസ്റ്റാണ്, പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തോന്നിക്കുമാറ് വളരെ രസകരമായ, നമുക്ക് കണ്ടാൽ അടിപൊളി എന്ന് പറയുന്ന ലുക്കിലുള്ള മമ്മൂക്കയുടെ പോസ്റ്റർ. അതുപോലെ മമ്മൂട്ടിയുടെ സ്റ്റൈല്, മുടിയൊക്കെ അല്പം നീട്ടി വെച്ചൊരു കെട്ടുമൊക്കെ കെട്ടിയാണ്, ഒരു പ്രത്യേക സ്റ്റൈലിലൊക്കെയാണ്. അപ്പം പോസ്റ്ററൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി പടം കൂടെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വരികയാണെങ്കിൽ ഈ പ്രാവശ്യം ഏപ്രിൽ 10 വിഷു കലക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മോഹൻലാലിനെ വിട്ടുകളയാൻ പറ്റത്തില്ല. എമ്പുരാൻ എന്ന ചിത്രം മാർച്ച് 27 റിലീസാകുന്നു. അതും ലോകമെമ്പാടുമുള്ള തിയേറ്ററിലെല്ലാം പ്രദർശിപ്പിക്കുന്നുണ്ട്. അതും വേറെ ഒരു ലെവലിലെ ചിത്രമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ രണ്ട് ചിത്രങ്ങൾ ഇപ്പം 2019 ഇതുപോലെ രണ്ടുപേരും തമ്മിൽ ക്ലാഷ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം 2019 ആദ്യമായിട്ട് ലൂസിഫർ സംവിധാനം ചെയ്യുമ്പോൾ ആ ചിത്രം ഇറങ്ങിയ 2019 മാർച്ച് 28 തോന്നുന്നു. ഇത് 27, ഇപ്പോൾ അത് മാർച്ച് 28. പക്ഷെ അന്നും ഇതുപോലെ മധുരരാജ എന്ന്, പോക്കിരി രാജയുടെ രണ്ടാം ഭാഗം മധുരരാജ എന്ന് പറയുന്ന ചിത്രമായിട്ട് മമ്മൂട്ടി 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തി. 12 ആയിരുന്നു, ഏപ്രിൽ 12 ആ പടം റിലീസ് ചെയ്ത്. പക്ഷെ രണ്ട് ചിത്രങ്ങളും പരമാവധി കളക്ഷൻ നേടാൻ പറ്റി. അപ്പം ക്ലാഷൊന്നും ഒരു പ്രശ്നമല്ല. ചിത്രം നല്ലതാണെങ്കിൽ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമാണെങ്കിൽ അത് രണ്ടും വിജയിക്കുമെന്ന് 100% ഉറപ്പാണ്. പക്ഷേ ഇതിന് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത്, ഏതെങ്കിലും രീതിയിൽ ഒരു ചിത്രം മോശം അഭിപ്രായം കേട്ടുപോയാൽ ആ പടത്തിൻ്റെ ഗതി അധോഗതി ആയിരിക്കും എന്നുള്ളതും ഇതിനകത്ത് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമുണ്ട്. കാരണം രണ്ട് പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും, കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ശക്തിക്കും ഈ രണ്ട് ചിത്രങ്ങളെ തകർക്കാൻ പറ്റത്തില്ല. അതങ്ങ് വന്യജീയമായി മാറും. പിന്നെ ആരാധകർ, മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആരാധകർ തമ്മിലുള്ള ഒരു ക്ലാഷും ഇതിനിടയിലൊക്കെ ഉണ്ടാകാം. കുറച്ച് പടങ്ങളെ പൊട്ടിക്കാം, കുറച്ച് പടങ്ങളെ പറഞ്ഞു തോൽപ്പിക്കാം എന്നൊക്കെയുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ടാകാം. പക്ഷെ മമ്മൂട്ടിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു, ഒരു ഏപ്രിൽ 10 എന്ന് പറയുന്ന ഡേറ്റ് മമ്മൂട്ടിയെ സംബന്ധിച്ചൊരു വലിയൊരു ക്ലാഷിൻ്റെ ദിനങ്ങളാണ്. ഏപ്രിൽ 10 എന്ന് പറഞ്ഞാൽ ഒത്തിരി ചിത്രങ്ങൾ വരുന്നുണ്ട്. ആഴ്ചയിലും ആ ദിവസങ്ങളിലും ഒക്കെ ആയിട്ട് നമ്മുടെ തല അജിത്തിൻ്റെ ചിത്രം വരുന്നുണ്ട്. ഇഡ്ലിക്കടയിൽ എന്നങ്ങാണ്ട് പറഞ്ഞ് ധനുഷിൻ്റെ ചിത്രം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു വന്ന ആസിഫ് അലിയുടെ ഒരു ചിത്രം വരുന്നുണ്ട്. സീക്രട്ട് എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. അങ്ങനെ പല പല ചിത്രങ്ങൾ അന്ന് റിലീസ് ആകുന്നുണ്ട് എന്നുള്ളതും ഈ പടത്തെ സംബന്ധിച്ച്
ഒരു പോസിറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു നെഗറ്റീവ് ഘടകമായിട്ട് മാറാം. എനിക്ക് തോന്നുന്നു ഏത് ചിത്രങ്ങൾ ഇറങ്ങിയാലും മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും അവരുടെ ചിത്രം ആദ്യമേ റിലീഫ് ആവുകയാണെങ്കിൽ ആ ചിത്രം കാണാനേ മലയാളി പ്രേക്ഷകർ ശ്രമിക്കത്തുള്ളൂ. അത് തന്നെ ആയിരിക്കും മമ്മൂട്ടി ചിത്രത്തിന് ആയിരിക്കും ഹൈപ്പ് കൂടുതലും, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന മമ്മൂട്ടി ചിത്രം തന്നെയായിരിക്കും. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിനെ ഈ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ചിത്രം മാറുകയാണെങ്കിൽ വൻ ഹിറ്റിലേക്ക് മാറും. പക്ഷെ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് ഒത്തു വന്നില്ലെങ്കിൽ മറ്റുള്ള ചിത്രങ്ങളായിരുന്നു അന്ന് അതിൻ്റെ കൂടെ റിലീഫ് ചെയ്യുന്ന വേറെ ഏതെങ്കിലുമൊക്കെ ചിത്രം ഇതിനേക്കാൾ നല്ലതെന്ന് പേര് കേട്ട് കഴിഞ്ഞാൽ ആ ചിത്രമായിരിക്കും ഹിറ്റായി മാറുന്നത്. അതിന് അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഈ ക്ലാഷ് തമ്മിലുണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചില ന്യൂനതകളുമുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമുക്ക് ആരാധകർക്ക് അല്ലെങ്കിൽ മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം അടിച്ച് തീർക്കാനുള്ള 2 സംഭവങ്ങളാണ് എമ്പുരാനും അതുപോലെ ബഫൂക്കയും തരുന്നത്. അപ്പം രണ്ടും ഒരേപോലെ, അപ്പം ആരാധകരെ സംബന്ധിച്ച് വലിയ വിഷമമൊന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2019 ഇങ്ങനെ ക്ലാഷ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ആ 2 ചിത്രങ്ങളും വിജയിച്ച ഗണത്തിലാണ് മധുരരാജയും ലൂസിഫറും. ആ 2 ചിത്രങ്ങൾ, അപ്പം ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ചിത്രം വൻ വിജയമായി മാറും എന്ന് 100% ഉറപ്പാണ്. അപ്പം ഇപ്പം നമ്മൾ പറയുന്നത് ബഫൂക്കോയുടെ പോസ്റ്ററാണ്. അടിപൊളി ലുക്ക്, അടിപൊളി സ്റ്റൈല്, ആ രീതിയിൽ തന്നെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൻ്റെ പോസ്റ്ററുമായിട്ട് വന്നിരിക്കുന്നത്. ഈ മമ്മൂട്ടിയുടെ ചിത്രത്തിൻ്റെ ലുക്കുമൊക്കെ നേരത്തെ തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഡിനോ ഡെന്നിസ് ആണ് ഇതിൻ്റെ നവാഗതനായ സംവിധായകനാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ തിരക്കഥയും സംവിധാനമൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം തിരക്കഥ എഴുതി മമ്മൂട്ടിയെ കാണിച്ചു. വേറെ സംവിധായകനെയൊക്കെ കാണിക്കാൻ ഒക്കെ ആയിട്ട് പുള്ളി സംവിധാനം ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ ഇതിൻ്റെ കഥ പറയുന്ന രീതിയൊക്കെ കേട്ടാൽ മമ്മൂട്ടി തന്നെ അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് നീ തന്നെ അങ്ങ് സംവിധാനം ചെയ്യേ എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പുറത്താണ് ഈ ചിത്രം പുള്ളി സംവിധാനം ചെയ്യുന്നതെന്നാണ് നമ്മൾ അറിഞ്ഞൊരു കഥ. അപ്പം അദ്ദേഹത്തിൻ്റെ കല്ലൂർ ഡെന്നീസ് എന്ന് പറയുന്ന പഴയ ഒരു ജനപ്രിയനായ ഒരു തിരക്കഥാകൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനും കൂടെയാണ് ഈ വ്യക്തി. അപ്പം മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ അല്ലേ. അപ്പം ആ രീതിയിൽ ഒരു മികച്ച അനുഭവം തന്നെ ആയിരിക്കാം ഈ ചിത്രം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അങ്ങനെയായി മാറട്ടെ. ഞാൻ പറഞ്ഞത് മലയാള സിനിമയിൽ ഇറങ്ങുന്ന എല്ലാ ചിത്രങ്ങളും വിജയിക്കണം, എങ്കിൽ മാത്രമേ വ്യവസായത്തിന് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെന്നൊക്കെ പറയുന്നത് വെക്കേഷൻ ടൈമാണ്. കുട്ടികളുടെ സ്കൂളെല്ലാം അടച്ച് പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആഘോഷിക്കുന്നൊരു വേളയാണ്. അത് എനിക്ക് തോന്നുന്നു നല്ല ചിത്രങ്ങളൊക്കെ എല്ലാം വിജയിക്കാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് ആവശ്യത്തിന് ടൈമുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് സമയമുണ്ട്, പരീക്ഷാ സമയമെല്ലാം കഴിയും. അതുകൊണ്ട് വേനലവധിയാണ്, മഴയുടെ പ്രശ്നമില്ല. അപ്പോൾ എല്ലാ പടങ്ങളും വിജയിക്കരുത്. പ്രത്യേകിച്ച് വിഷു നാളുകളാണ്. അപ്പം വിജയിക്കാൻ എല്ലാം കൊണ്ടും ഒത്ത സമയമാണ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ അത് പടത്തെ ബാധിക്കും എന്നുള്ളത് 100% ഉറപ്പുമാണ്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇതിനകത്ത് മമ്മൂട്ടിയോടൊപ്പം സിദ്ധാർത്ഥ് ഭരതൻ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ ഗൗതം വാസുദേവ് മേനോൻ അദ്ദേഹം ഈ പടത്തിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹം ഈ പടത്തിനകത്ത് അഭിനയിക്കാൻ വന്നപ്പോഴാണെന്ന് തോന്നുന്നു ഈ ഡൊമിനിക് എന്ന് പറയുന്ന പടം സംവിധാനം ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ബാബു ആൻ്റണി ഒക്കെ ഈ ചിത്രത്തിൽ കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും മികച്ച അഭിനയം തന്നെ കാണാൻ പറ്റട്ടെ എന്ന്. അപ്പം അത് ഈ വിഷു നാളുകളിൽ എമ്പുരാൻ ബഫൂക്ക രണ്ടും മികച്ച ചിത്രങ്ങളായി മാറട്ടെ. നമുക്ക് അടിച്ചു പൊളിക്കട്ടെ. ഓക്കെ, മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.